വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഇറച്ചി പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടി, ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് തന്നെ വെള്ളം. കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക. ഇത് റൂം ടെമ്പറേച്ചർ വാട്ടറാണ്, ചൂടുവെള്ളമല്ല, സാധാരണ വെള്ളം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നും. ഈ പൊടി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ വെള്ളം പോലെ തോന്നും. നല്ല തരിയുള്ള പുട്ടുപൊടിയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിയുടെ കണക്കനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഈ ഒരു അയവിലാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത്. ഇതിനെ അടച്ച് 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 to 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. നമ്മുടെ പുട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇറച്ചി ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. ഈ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത്, 1 പച്ചമുളക്, ഇനി ഇതിലേക്ക് സവോള, ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സവോള നന്നായിട്ട് സോഫ്റ്റായി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാണ്, ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കുക. സവോള വഴന്ന് വരുന്ന സമയം കൊണ്ട് ഈ പുട്ടിൻ്റെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കിയിടാം. വേണ്ട, നമ്മൾ ആദ്യം ഇട്ടപ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞല്ലേ ഇരുന്നേ, അതെല്ലാം നല്ല വിട്ട് വരും. ഓരോ പുട്ടുപൊടിയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാക്കറ്റ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിനകത്ത് വെള്ളം ചേർക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാം എത്ര വെള്ളം ചേർക്കണം എന്നുള്ളത്. വീണ്ടും അടച്ചു വെക്കുക. ഇവിടെ സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ ആയി. ഇനി നമുക്കിതിനകത്തേക്ക് മസാലകളൊക്കെ ഇടാനുള്ള സമയമായിട്ടുണ്ട്. അതിനായിട്ട് മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ. ഈ മസാല കരിഞ്ഞു പോകല് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം. ഇതിലേക്ക് ഇറച്ചി നുറുക്കി വെച്ചേക്കുന്ന, മിൻസ് ചെയ്ത് വെച്ചേക്കുന്ന മീറ്റാണ്, 300 ഗ്രാം. 300 ഗ്രാം ഇറച്ചി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്കിതിനകത്ത് മട്ടൺ മിൻസ് ഉപയോഗിക്കാം, പോത്തിറച്ചി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിക്കൻ്റെ വേണേലും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അപ്പം നോക്കി അതിനകത്ത് എൻ്റെ വെള്ളം എല്ലാം പറ്റി. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. 1 കപ്പോളം വെള്ളം ചേർത്തു, ചൂടുവെള്ളം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഈ വെള്ളം മൊത്തം പറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം, ലോ ഫ്ലെയിമിൽ. നമ്മൾ അടച്ചു വെച്ച് വെള്ളം പറ്റുന്ന വരെ കുക്ക് ചെയ്യുമായിരുന്നു.
ഇപ്പോൾ ഓഫ് ചെയ്യാറായി. നമുക്ക് മല്ലിയിലയും കൂടെ ചേർക്കാം. നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്. ഇവിടെ പുട്ട് നനച്ചത് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊരു ബോളിലേക്ക് മാറ്റുക. ഇപ്പോൾ ഫില്ലിങ് ഞാൻ ഇച്ചിരി നല്ല എരിവോടുകൂടെ എടുത്തേക്കുന്നത്. പെപ്പർ നന്നായിട്ട് ഇട്ടേക്കുന്നുണ്ട്. പെപ്പറിൻ്റെ ഒരു എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പം അത് എരിവ് വേണ്ടാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. പുട്ടുണ്ടാക്കാം. ഇപ്പോൾ പുട്ട് കുറ്റിയിൽ ഞാൻ ചില്ലിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് 1 സ്പൂൺ തേങ്ങ ഇടാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ടു. കുറച്ച് തേങ്ങയുടെ ഇടാം. ഇതിലേക്ക് മീറ്റിൻ്റെ ഫില്ലിങ്. വീണ്ടും കുറച്ച് തേങ്ങ. ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് പുട്ട്, അതിന് ശേഷം നമ്മൾ ഇറച്ചിയിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് ആവിയിൽ വെക്കാം. ഇതിൽ നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് പുട്ട് കുക്ക്ഡായിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പരുവം. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക ബാക്കിയും കൂടെ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്തേക്കുന്ന ഈ റെസിപ്പിയിൽ നമുക്ക് 4 കുറ്റി പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലത്തെ ചെറിയ കുറ്റി പുട്ടാണെങ്കിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതിലും ടേസ്റ്റിയാണ് നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സൺഡേ ബ്രഞ്ചിനൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.